എവരിവൺ. അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാനൊക്കെ ശരിക്കും യൂട്യൂബ് ഉണ്ടാക്കിയ ഹോം ബേക്കറാണ്, അതായത് പ്രൊഫഷണലായിട്ട് പഠിക്കുകയൊന്നും ചെയ്യാതെയുള്ള ഹോം ബേക്കറാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് ബേക്കിംഗ് ആൻഡ് പാസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഡെമോ ക്ലാസ്സിന് പോയിനി. അപ്പോൾ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്, ഡേറ്റ്സ് കേക്ക്. അപ്പോൾ അതൊരു ബട്ടർ ബേസ്ഡ് കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ബട്ടർ ഹോം മെയ്ഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ സാധാരണ നെയ്യാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ദിവസം വാങ്ങുന്ന 1/2 ലിറ്റർ പാലാണ് വാങ്ങിക്കാറ്, ഇവിടെ വീട്ടിൽ നിന്നാണ് വാങ്ങിക്കുക. ആ പാലിൽ നിന്ന് ഞാൻ നെയ്യ് ഉണ്ടാക്കാറുണ്ട്. അന്ന് ഞാൻ നെയ്യ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് മലായി എടുത്ത് വെച്ചിട്ട് നെയ്യ് ആക്കാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ ഞാൻ ബട്ടറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീറ്റർ ഏതായാലും എടുക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ ബീറ്ററിലെടുത്തത്. ശരിക്കും ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫുഡ് പ്രോസസ്സറിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ബീറ്റർ ഏതായാലും യൂസ് ചെയ്യാനുള്ളതാണല്ലോ വിചാരിച്ചിട്ട് ബീറ്റർ യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഐസ് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ നമ്മുടെ ബട്ടർ റെഡിയായി. അപ്പോൾ ബട്ടറായിട്ട് യൂസ് ചെയ്യാനായതുകൊണ്ട് ഞാൻ 1-2 വട്ടം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ പോകും. അങ്ങനെ അത് കളഞ്ഞ ശേഷം നമുക്ക് ബട്ടർ ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കി മൂടി വെക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ നേരത്തെ കാണിച്ച മലയിൽ നിന്ന് കിട്ടിയ ബട്ടർ. 281 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഐ എം സോ ഹാപ്പി. പിന്നെ ഞാൻ സാധാരണ നെയ്യാണ് ഉണ്ടാക്കൽ, ആദ്യമായിട്ടാണ് ഞാൻ ബട്ടറായിട്ട് ആക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസും പ്രൊസീജിയറും ഒക്കെ ഞാൻ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അവർ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞെന്നെങ്കിലും മെഷർമെൻറ്റ്സ് ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല, ഡെമോ ക്ലാസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വെള്ളം ചൂടായ ശേഷം അതിലേക്ക് ഡേറ്റ്സ് ഇട്ട് വേവിച്ച് ഇതുപോലെ ആക്കിയെടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഈ ഡേറ്റ്സിനോടൊപ്പം നമ്മൾ കേക്കിനൊക്കെ ആവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച പോലെ ആയി കിട്ടും കേട്ടോ. അതൊന്ന് വിസ്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വുഡൻ സ്പാച്ചിലുകൊണ്ട് തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൽ നിന്ന് ഒരു 100 ഗ്രാമോളം ബട്ടർ എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ക്രിസ്റ്റൽ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പിൽ കുറച്ച് താഴെയാണ് എടുത്തത്. കാരണം നമ്മൾ 1/2 kg ഒരു അളവ് മെഷർമെൻറ്റ്സാണ് ഞാൻ എടുക്കുന്നത്. ഡേറ്റ്സ് ആയതുകൊണ്ട് കുറച്ച് ഷുഗർ കുറച്ചതാണ്. സ്റ്റാൻഡ് മിക്സർ കൊണ്ട് നമ്മൾ ക്രിസ്റ്റൽ ഷുഗർ മിക്സായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഹാൻഡ് മിക്സർ കൊണ്ട് വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് 1 by 1 ആയിട്ട് 2 എഗ്ഗാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോന്നും ബീറ്റ് ചെയ്ത് റെഡിയാക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ചിട്ടുള്ള ഡേറ്റ്സിൻ്റെ മിക്സും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് മൈദയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടേബിൾ സ്പൂണോളം വരുന്ന ബേക്കിംഗ് പൗഡറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച ശേഷം ഞാൻ 2-3 തവണ അരിച്ചിട്ടുണ്ട് കേട്ടോ. അവർ പറഞ്ഞ പ്രകാരം അത് ചെയ്തതാണ്. അപ്പോൾ 2-3 തവണ അരിച്ചെടുത്ത് പാർട്ട് ബൈ പാർട്ടായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഷെഫ് ഇത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മളെ സാധനം കളയേണ്ട വെച്ചിട്ടാണ് നമ്മൾ വടിച്ചെടുക്കുക. അവരുടെ മെഷർമെൻറ്റ് തെറ്റരുത് എന്ന് കരുതിയിട്ട് എല്ലാം വടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അരമണിക്കൂർ എടുത്ത് ബേക്കായി കിട്ടാൻ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയും കഴിക്കാം. നമ്മൾ ഷെഫ് ചെയ്ത് തന്നത് സാൾട്ടഡ് കാരമൽ സോസ് വെച്ചിട്ട് ടോപ്പ് ചെയ്തിട്ടായിരുന്നു ഷെഫ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പകുതി ഇങ്ങനെ ഷുഗർ പൗഡർ ഇട്ടിട്ടും ഡിസൈൻ ചെയ്തു. ബാക്കിയിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയായിരുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും ടെക്സ്ചറിലൊക്കെ നല്ല ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് ജോയിൻ ചെയ്യണം എന്നൊക്കെ തോന്നിയെങ്കിലും നമ്മുടെ ക്ലാസ്സിൻ്റെ സമയം ഒരു നിലക്കും മാച്ചാവാത്ത കാരണം ഞാൻ ആ പാർട്ട് ഒഴിവാക്കി വിടുകയാണ് ചെയ്തത്. നമ്മൾ യൂട്യൂബിൽ നിന്ന് കണ്ട് പഠിച്ചതും ചെയ്ത് പഠിച്ചതിലും ഒരുപാട് ഡിഫറെൻ്റ് ആണ് പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് ആ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഡേറ്റ്സ് കേക്ക്. അപ്പോൾ അവരൊരു കാര്യം കാണിച്ചിട്ട് നമ്മളൊന്ന് ട്രൈ നോക്കാതിരിക്കുന്നത് മോശമല്ലേ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തായിരുന്നു. ഏതായാലും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഹാപ്പിയായി. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും പ്രൊഫഷണലായിട്ട് പഠിക്കാനാണ് ബെറ്റർ എന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ. ഏതായാലും വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.